കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ട് കുറഞ്ഞു പോളിംഗിൽ. അതായത് 39,011 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്, കുറഞ്ഞത്. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിന് 1,58,968 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. മന്ത്രിയായ മികച്ച ഇമേജുള്ള കെ രാധാകൃഷ്ണൻ അവിടെ എന്ത് ചെയ്യും? ഡോക്ടർ TN സരസു എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? മാവേലി കാലത്തൂരിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അവിടെ രമ്യ ഹരിദാസ് തന്നെ വിജയിക്കും. പല പ്രചരണങ്ങളും ഇടത് ക്യാമ്പുകൾ മികച്ച MP അല്ല എന്നൊക്കെ പ്രവചിക്കുമ്പോൾ പക്ഷെ അതൊന്നും ഗുണമാകില്ല. അവിടെ രമ്യ ഹരിദാസ് തന്നെ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന സർക്കാരിനെതിരായ വികാരം. കെ രാധാകൃഷ്ണൻ നിലവിൽ തന്നെ മന്ത്രിയാണ്, വെറുതെ ഒരു MP ആക്കി വിടാൻ താല്പര്യമില്ല. സഹകരണ ബാങ്ക് തട്ടിപ്പ് പോലെയുള്ള കാര്യങ്ങൾ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. BJP അത് വലിയ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. TN സരസുവിന് വോട്ട് കൂടാനുള്ള സാധ്യതയും, അല്പമെങ്കിലും വോട്ട് കൂടാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെ ആലത്തൂർ രമ്യ ഹരിദാസ് UDF